നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോൺമബോളിൻ്റെ ഒളിമ്പിക് ക്വാളിഫയർ മുറുകുകയാണ്. ഫൈനൽ റൗണ്ടിലെ രണ്ടാം റൗണ്ട് മത്സരങ്ങൾ ഇതാ നമ്മുടെ മുന്നിലേക്ക് ഇന്ന് എത്തുന്നു. ഇന്നെന്ന് പറയുമ്പോൾ സാങ്കേതികമായി നാളെ പുലർച്ചെയാണ് നമുക്ക് കളി കാണാൻ പറ്റുക. കളി നടക്കുന്നത് വെനിസ്വേലയിലാണ്. ടൈം സോൺ ഡിഫറൻസ് കാരണം അങ്ങനെയാണ്. അർജന്റീനക്കും ബ്രസീലിനും വളരെ ക്രൂഷ്യലായ മത്സരങ്ങളാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ആദ്യ കളിയിൽ ബ്രസീൽ തോറ്റിരുന്നു. അർജന്റീനക്കും ജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അർജന്റീന സമനിലയിലുമായിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ട് ടീമുകൾക്കും ഇന്ന് വിജയിച്ചേ പറ്റൂ. പിന്നെ അവസാന റൗണ്ടിൽ അർജന്റീനയും ബ്രസീലും നേർക്ക് നേർ ഏറ്റുമുട്ടാൻ പോവുകയാണ്. അത് ഒരു വല്ലാത്ത കളിയുമായിരിക്കും. കാരണം ബ്രസീലിൻ്റെ ഒക്കെ വിധി അവിടെയാണ് നിർണ്ണയിക്കാൻ പോകുന്നത്. അർജന്റീനയ്ക്ക് ഒരു പോയിന്റെങ്കിലും ഉണ്ട്, ബ്രസീലിന് ഇപ്പോൾ പോയിന്റൊന്നുമില്ല. ഇന്നത്തെ കളികൾ രണ്ട് ടീമിനും വിജയിക്കേണ്ടതുണ്ട്. ഇന്ന് അർജന്റീന കളിക്കുന്നത് പരാഗ്വേക്കെതിരെയാണ്. രാത്രി ഇന്ത്യൻ സമയം 1:30 ആ ഒരു മത്സരം നടക്കുന്ന. അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കളി വെനിസ്വേലയുമായിട്ട് 2-2 സമനിലയിൽ അവർ പിരിഞ്ഞിരുന്നു. അതിൽ അവർക്ക് 2 താരങ്ങൾക്ക് റെഡ് കാർഡ് ലഭിച്ചിരുന്നു എന്നുള്ളൊരു തിരിച്ചടിയാണ്. ബാർക്കോയും റിയാനും അന്ന് റെഡ് കാർഡ് കണ്ടിരുന്നു. അവരുടെ സേവനമില്ലാതെ വേണം കളിക്കാൻ ഇറങ്ങാൻ എന്നുള്ളത് ഹാബിർ മഷ്റാനൊക്കെ ഒരു തലവേദന തന്നെയാണ്. ഇന്ന് രാത്രി 1:30 എന്ന് പറയുമ്പോൾ സാങ്കേതികമായി നാളെ പുലർച്ചെ 1:30 അർജന്റീന വേഴ്സസ് പരാഗ്വേ മത്സരമെങ്കിലും ബ്രസീലിന്റെ കളി നാളെ പുലർച്ചെ 4:30 വെനിസ്വേലയ്ക്കെതിരെയാണ് ബ്രസീലിന് കളിക്കാനുള്ളത്. നമുക്കറിയാം, ബ്രസീലും വെനിസ്വേലയും തമ്മിൽ ആദ്യഘട്ടത്തിൽ പ്രാഥമിക റൗണ്ടിൽ ഏറ്റുമുട്ടിയപ്പോൾ 3-1 വെനിസ്വേല വിജയിച്ചിരുന്നു. അന്ന് പക്ഷെ ബ്രസീൽ അവരുടെ പ്രധാന താരങ്ങളെ ആദ്യ 11 ഉൾപ്പെടുത്തിയിരുന്നില്ല. എൻട്രിക്ക് പിന്നെ സെക്കൻഡ് ഹാഫ് കളിച്ചു. എന്നിട്ടും പക്ഷേ അവർക്ക് വിജയിക്കാൻ പറ്റിയില്ല. 3-1 വെനിസ്വേല വിജയിച്ചു കയറിയത്. ആ വെനിസ്വേലയ്ക്കെതിരെ ഇന്ന് പോരാട്ടം കടുക്കും കനക്കും എന്നുറപ്പാണ്. ഇന്നെന്ന് പറയുമ്പോൾ സാങ്കേതികമായി നാളെ പുലർച്ചെ 4:30 അക്കളി. വിജയിച്ചേ പറ്റൂ ബ്രസീലിനും അർജന്റീനയ്ക്കും എന്നർത്ഥം. പിന്നെ അവസാന റൗണ്ടിൽ അർജന്റീന ബ്രസീൽ കളി നമ്മൾ കാത്തിരിക്കുന്നു. ഫെബ്രുവരി 11 ആ ഒരു മത്സരമുള്ളത്. ഏതായാലും ഇപ്പോൾ ഫൈനൽ റൗണ്ട് മത്സരങ്ങൾ ഒരു റൗണ്ട് പിന്നിട്ട ഘട്ടത്തിൽ അർജന്റീനയ്ക്കും ബ്രസീലിനും മത്സരങ്ങൾ വിജയിക്കാൻ പറ്റിയിട്ടില്ല. പരാഗ്വേ മാത്രമാണ് വിജയിച്ചത്. പരാഗ്വേക്ക് 3 പോയിന്റ് ഉണ്ട്. അവർ ഒന്നാമത് നിൽക്കുന്നു. അർജന്റീനയ്ക്കും വെനിസ്വേലയ്ക്കും ഓരോ പോയിന്റുകൾ, ബ്രസീലിന് പോയിന്റ് ഇല്ല. ഇതാണ് സ്ഥിതിവിശേഷം. രണ്ട് ടീമുകളെ, ഈ 4 ടീമുകളിൽ നിന്ന് 2 ടീമുകളെ ഒളിമ്പിക്സിന് യോഗ്യത നേടുകയുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ കളികൾ ഈ 2 ടീമുകൾക്കും പരമപ്രധാനമാണ്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ്.